നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. സപ്തമാതൃക്കളിൽ ഏഴാമതായി വരുന്നത് ചാമുണ്ടിയാണ്. ശത്രുദോഷം, കണ്ണേറ് ദോഷങ്ങൾ മാറുക, നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കുക മുതലായ ആവശ്യങ്ങൾക്കായി ചാമുണ്ടിയെ ഭജിക്കണം. ഓം ചാമുണ്ടായേ നമ എന്നതാണ് മൂലമന്ത്രം. ചാമുണ്ഡി ദേവി തന്നെ നിരവധി ഭാവങ്ങളിലും പേരുകളിലുമായി അറിയപ്പെടുന്നുണ്ട്. ഹനുമാൻ ലങ്കയിൽ പ്രവേശിക്കുമ്പോൾ ഉഗ്രരൂപിണിയായ ഒരു രാക്ഷസി ഹനുമാനെ തടയുന്നു. ഹനുമാൻ അവളെ അടിച്ചു വീഴ്ത്തുന്നതോടെ ലങ്കാലക്ഷ്മി പ്രത്യക്ഷയാകുകയും ഹനുമാനെ അനുഗ്രഹിച്ച് മറയുകയും ചെയ്യുന്നു. ഐശ്വര്യപൂർണമായ ഈ ലങ്കാലക്ഷ്മി മോക്ഷമാണ് ഇന്ന് നമുക്കായി പാരായണം ചെയ്യപ്പെടുന്നത്. കേൾക്കാം. പ്രകൃതി ചപലനും അധിക ചപലമചലം മഹൽ പ്രാകാരവും മുറിച്ചാകാരവും മറച്ചവനിമകളടിമലരും അകതളിരിലോർത്തുകൊണ്ടഞ്ജന നന്ദനൻ അഞ്ജസ നിർഭയം ഉടൽ കടികിനൊടു സമമിടത്തുകാൽ മുമ്പിൽ വച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരേ കഠിനതരമലറിയൊരു രജനിചരി വേഷമായി കാണായിദാശു ലങ്കാശ്രീയെയും തഥാ ഇവിടെ വരുവതിനു പറകെന്തു മൂലം ഭവാൻ ഏകനായി ചോരനോ ചൊല്ലു നിൻ വാഞ്ചിതം അസുരസുര നര പശു മൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാനറിയാതെ ഇതി പരുഷവചനമൊടണഞ്ഞു താടിച്ചിതൊന്നേറെ രോഷേണ താടിച്ചു കപീന്ദ്രനും രഘുകുലജവര സചിവ വാമമുഷ്ടി പ്രഹാരേണ പതിച്ചു വമിച്ചിതു ചോരയും കപിവരനോടവളും എഴുന്നേറ്റു ചൊല്ലിടിനാൾ കണ്ടേനടോ തവ ബാഹുബലം സഖേ വിധിവിഹിതമിതു മമ പുരൈവ ധാതാവു താൻ വീര പറഞ്ഞിതെന്നോടിതു മുന്നമേ സകല ജഗദധിപതി സനാതനൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണുമൂർത്തി നാരായണൻ കമലദലനയനൻ അവനിയിൽ അവതരിക്കുമുൾക്കാരുണ്യമോട് അഷ്ടവിംശതി പര്യയേ ദശരഥ നൃപതി തനയനായി മമ പ്രാർത്ഥനയാൽ ത്രേതായുഗേ ധർമ്മദേവരക്ഷാർത്ഥമായി ജനക നൃപവരനു മകളായി നിജമായയും ജാതയാം പങ്ക്തിമുഖ വിനാശത്തിനായി സരസിരുഹനയനൻ അടവിയിലധ തപസ്സിനായി സഭ്രാതൃ ഭാര്യനായി വാഴും ദശാന്തരേ ദശവദനനവനി മകളെയും അപഹരിച്ചുടൻ ദക്ഷിണവാരിധി പുക്കിരിക്കുന്ന നാൾ സപതി രഘുവരനോടരുടജനു സാചിവ്യവും സംഭവിക്കും പുന സുഗ്രീവശാസനാൽ സകല ദിശി
കപികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരും ഏകൻ തവാന്തികെ. കലഹമവനുടു ഝടിതി തുടരുമളവെത്രയും കാതരയായി വരും നീയെന്നു നിർണയം. രണനിപുണനുടു ഭവതി താടനവും കൊണ്ടു രാമദൂതന്നു നൽകേണമനുജ്ഞയും. ഒരു കപിയോടൊരു ദിവസമടി ഝടിതി കൊൾകിൽ നീ ഓടി വാങ്ങി കൊള്ളുക എന്നു വിരിഞ്ചനും കരുണയൊടു ഗതകപടമായി നിയോഗിക്കയാൽ. കാത്തിരുന്നേനിവിടം പലകാലവും. രഘുപതിയൊടിനിയൊരിടരൊഴികെ നടകൊള്ളുക നീ ലങ്കയും നിന്നാൽ ജിതമായിരിന്നടു. നിഖില നിശിചര കുലപതിക്കു മരണവും നിശ്ചയമേറ്റമടുത്തു ചമഞ്ഞിതു. ഭഗവദനുചര ഭവതു ഭാഗ്യം ഭവാനിനി പാരാതെ ചെന്നു കണ്ടിടുക ദേവിയേ. ത്രിദശകുലരിപു ദശമുഖാന്ത പുരവരെ ദിവ്യലീലാവനെ പാദപസങ്കുലേ. നവകുസുമദല സഹിത വിടപിയുത ശിംശപാനാമവൃക്ഷത്തിൻ ചുവട്ടിൽ അതിശുച നിശിചരികൾ നടുവിലഴലൊടു മറുവിടുന്നെടോ. നിർമ്മലഗാത്രിയാം ജാനകി സന്തതം. ത്വരിതമവൾ ചരിതമുടനവനോടറിയിക്ക പോയംബുധിയും കടന്നമ്പരാന്തേ ഭവാൻ. അഖില ജഗദധിപതി രഘൂത്തമൻ പാതുമാമസ്തു തേ. സ്വസ്തിരത്യുത്തമോത്തം സമേ. ലഘുമധുരവചനമിതി ചൊല്ലി മറഞ്ഞിതു ലങ്കയിൽ നിന്നു വാങ്ങി മലർമങ്കയും. ഒരു നാടിൻ്റെയും വീടിൻ്റെയും ഉയർച്ചയ്ക്ക് കാരണം അവിടെ കുടിയിരിക്കുന്ന ലക്ഷ്മിയാണ്. ലങ്കയിൽ സീതയുടെ കണ്ണുനീർ വീണതോടെ ലങ്കാലക്ഷ്മിക്ക് ലങ്ക വിട്ടൊഴിയാൻ സമയമായി. ഒറ്റ വായനയ്ക്കപ്പുറം നിരവധി അർത്ഥതലങ്ങളുള്ള രാമായണത്തിലെ ഈരടികളുടെ സാരം ആസ്വദിക്കാം ഇനി. ഹനുമാൻ സ്വാമി ഉദ്ധവ ശരീരനായി ശ്രീരാമചന്ദ്രസ്വാമിയുടെ നാമത്തിൽ ആ സ്വരൂപത്തിൽ പരിപൂർണമായിട്ട് സമർപ്പിച്ച് സമുദ്രം ചാടിക്കടക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. ആ ചാട്ടത്തിനിടയിൽ, ആ യാത്രക്കിടയിൽ 3 പ്രതിസന്ധികൾ ഭഗവാന് നേരിടേണ്ടി വരുന്നുണ്ട്. ഛായാഗ്രഹണിയുണ്ട്, സുരസയുണ്ട്, മൈനാകമുണ്ട്. സുരസ ഹനുമാൻ സ്വാമിയുടെ ബലവേഗങ്ങളെ പരീക്ഷിക്കാനായിട്ട് വരികയാണ്. ദേവന്മാർ പറഞ്ഞയക്കുകയാണ് സുരസയെ. നാഗമാതാവായിട്ടുള്ള സുരസയോട് പറയുന്നു, ഇങ്ങനെ ആകാശമാർഗ്ഗേ പോകുന്ന ഈ കവിയുടെ ബലവും വേഗങ്ങളും ഒക്കെ ഒന്ന് നീ പരീക്ഷിച്ചിട്ട് അവന് അനുഗ്രഹം കൊടുത്തിട്ട് വരിക. അങ്ങനെ സുരസ മാർഗവിഘ്നമായിട്ട് അവിടെ വന്നു നിന്നു. പക്ഷേ ഹനുമാൻ സ്വാമി തൻ്റെ കൗശലമാണ് അവിടെ ഉപയോഗിക്കുന്നത്. യുക്തി ഉപയോഗിച്ചിട്ട് സുരസയെ നേരിട്ടു. മൈനാകപർവ്വതം സൽക്കാരം നൽകാൻ വേണ്ടിയിട്ട്, മൈനാകപർവ്വതത്തിന് 2 തരത്തിലാണ് ഹനുമാൻ സ്വാമിയുമായിട്ട് ബാന്ധവമുള്ളത്. ഒന്ന്, വായുദേവനാൽ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് വായുവിൻ്റെ പുത്രനോടുള്ള കടപ്പാട്. മറ്റൊന്ന്, അഭയം കൊടുത്ത സാഗരത്തിന് ശ്രീരാമചന്ദ്രസ്വാമിയോടുള്ള കടപ്പാട്. അത് നിമിത്തം മൈനാകത്തിന് കടപ്പാടുണ്ട്. കാരണം തനിക്ക് അഭയം തന്നത് ഈ സാഗരാണ്. സാഗരത്തെ വളർത്തിയതാകട്ടെ സഗരൻ്റെ പുത്രന്മാരും. അതുകൊണ്ടാണ് സാഗരം എന്നുള്ള പേര് തന്നെ. അങ്ങനെ 2 നിലയ്ക്ക് ആ രാമദൂതനോടുള്ള കടപ്പാട് കാണിക്കാൻ വേണ്ടിയിട്ട് മൈനാകം സാഗരത്തുനിന്ന് ഉയർന്ന് മുകളിലേക്ക് വരിക. മൈനാകം പറഞ്ഞു, അങ്ങ് വലിയ യാത്ര ചെയ്യുകയാണ്. ഈ യാത്രക്കിടയിൽ അങ്ങക്ക് ദാഹം ഉണ്ടാവും, വിശപ്പുണ്ടാവും. അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ശിഖരത്തിലിരുന്നിട്ട് നല്ല മനോഹരമായിട്ടുള്ള ജലം കുടിച്ച് നല്ല പഴങ്ങളൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോവുക എന്ന് പറഞ്ഞു. ഹനുമാൻ സ്വാമി അതിനെ സ്നേഹത്തോടെ നിരസിച്ചു. സ്നേഹമാണ് അവിടെ ഉപയോഗിക്കുന്നത്, ബാന്ധവമാണ്. ആ ബാന്ധവം തൻ്റെ കർമ്മത്തിൽ, ക്രിയാപഥത്തിൽ ഒരു തടസ്സമാവരുത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതൊക്കെ സ്വീകരിച്ചു എന്ന് നീ മനസ്സിൽ വിചാരിക്കുക.
നിന്നോടുള്ള സ്നേഹം മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് പോയി. ഛായാഗ്രഹണിയെ വധിക്കുക ചെയ്യുന്നത്, തൻ്റെ ശക്തിയാണ് പ്രയോഗിക്കുന്നത് അവിടെ. 3 പ്രതിസന്ധികളാണ് അദ്ദേഹത്തിന് സൃഷ്ടിച്ചത്. ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി, ഒന്ന് വധിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് സ്നേഹപ്രകടനത്തിൽ ഒക്കെ അദ്ദേഹത്തിന് മാർഗവിഘ്നമാണ്. എന്നാൽ ഹനുമാൻ സ്വാമി ഇതൊക്കെ 3 തരത്തിൽ തരണം ചെയ്ത് അവസാനം സൂര്യൻ അസ്തമിച്ച ആ ഒരു സമയത്ത് ലങ്കയിലേക്ക് പ്രവേശിക്കുക. ആ ഒരു സമയത്തിനൊരു പ്രത്യേകതയുണ്ട്. സൂര്യൻ അസ്തമിക്കണ ആ നിമിഷം ഹനുമാൻ സ്വാമി കൃശശരീരനായിട്ട് ലങ്കയിലേക്ക് ഇടത്തുകാൽ വെച്ച് പ്രവേശിക്കുക. ചുരുക്കി പറഞ്ഞാൽ ഹനുമാൻ സ്വാമിയുടെ വരവോടെ ലങ്കയുടെ അസ്തമനം തുടങ്ങിയെന്ന് സാരം. രാവണൻ്റെയും ലങ്കയുടെ അസ്തമനം അവിടെയാണ്. ഏത് ലങ്കയുടെ മേലാണോ രാവണൻ അഹങ്കരിക്കുന്നത്, ആ ലങ്കയുടെ സർവനാശം രാമദൂതനാലാണ്. ലങ്കയിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് വലിയൊരു ശബ്ദം കേൾക്കുന്നത്. ആരടാ താൻ എന്നൊരു ശബ്ദം. ഈ ലങ്കയിലേക്ക് കടക്കാൻ എന്താ കാരണം? കള്ളനാണോ? തിരിഞ്ഞു നോക്കി, അപ്പോൾ കാണുന്നത് ലങ്കാലക്ഷ്മിയാണ്. ലങ്കാലക്ഷ്മി ലങ്കയുടെ ഐശ്വര്യമാണ്, ലങ്കയുടെ കാവൽക്കാരിയാണ്. അവർ പറഞ്ഞു, ഞാൻ അറിയാണ്ട് ഒരു ജീവിക്കും, അത് ദേവന്മാരായിക്കൊള്ളട്ടെ, അസുരന്മാരായിക്കൊള്ളട്ടെ, മനുഷ്യന്മാരായിക്കൊള്ളട്ടെ, ആർക്കും ഈ ലങ്കയിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ലങ്കയുടെ കവാടം അത് നിയന്ത്രിക്കുന്നത് ഞാനാ. നീ എന്തിനു വേണ്ടിയിട്ടാണ് വന്നതെന്ന് ചോദിച്ചു. ആ ചോദിച്ച് കഴിഞ്ഞ നിമിഷം തന്നെ ലങ്കാലക്ഷ്മി ഹനുമാൻ സ്വാമിക്ക് ഒരു അടിയും കൊടുത്തു. ഈ അടിയേറ്റ് ക്രുദ്ധനായിട്ടുള്ള ഹനുമാൻ സ്വാമി തൻ്റെ ഇടത്ത് കൈ ചുരുട്ടി ലങ്കാലക്ഷ്മിക്ക് മുഖത്തൊന്ന് വെച്ചു കൊടുത്തു. ആ അടി കിട്ടിയ സമയത്ത് മുഖത്തുനിന്ന് ചോരയൊക്കെ വന്നു. ലങ്കാലക്ഷ്മിക്ക് മനസ്സിലായി ഇവിടുന്ന് പോകേണ്ട സമയമായി. കാരണം മുന്നേ ബ്രഹ്മാവ് ലങ്കാലക്ഷ്മിയോട് പറഞ്ഞിട്ടുണ്ട്, 21ാമത്തെ മന്വന്തരത്തിൽ സാക്ഷാൽ ആദിനാരായണൻ തന്നെ ഭൂമിയുടെ ഭാരം കുറക്കാൻ വേണ്ടിയിട്ട്, രാവണൻ്റെ ചെയ്തികളിൽ നിന്ന് ഭൂമിയുടെ ഭാരം കുറക്കാൻ ശ്രീരാമചന്ദ്രസ്വാമിയായിട്ട് അവതരിക്കും. ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായിട്ട്. അദ്ദേഹത്തിൻ്റെ യോഗമായാദേവി ജനക മഹാരാജാവിൻ്റെ പുത്രിയായിട്ട് ജനിക്കും. ആ ദേവിയെ കട്ടുകൊണ്ടു പോകുന്ന രാവണനെ വധിക്കാൻ ഭഗവാൻ വരും, സംശയമില്ല. അങ്ങനെ ദേവി അന്വേഷിക്കാൻ വന്നിട്ടുള്ള ഭഗവാന്റെ സേവകന്മാർ, നാനാദിക്കിലേക്ക് പോയിട്ടുള്ള സേവകന്മാരിൽ ഒരേ ഒരുത്തൻ മാത്രം ലങ്കയിലെത്തും. അനേക ലക്ഷം വാനരന്മാർ പോയതിൽ ഒരാൾ മാത്രം എത്തും. അവൻ്റെ കയ്യിൽ നിന്ന് താടനം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം മനസ്സിലാക്കുക ലങ്ക വിട്ട് പോകേണ്ട സമയമായി. കാരണം ലങ്കയുടെ ഐശ്വര്യമാണ് പോകുന്നത്. ലങ്കാലക്ഷ്മി എന്ന് പറഞ്ഞാൽ ലങ്കയുടെ ഐശ്വര്യം. ഹനുമാൻ സ്വാമിയുടെ വരവോടെ ലങ്കയുടെ ഐശ്വര്യം പരിപൂർണമായിട്ട് നശിക്കുക. എന്നിട്ട് ലങ്കാലക്ഷ്മി സീതാദേവി ഇരിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുത്തു. അശോകവനികയിൽ ശിംശഭാവൃക്ഷത്തിൻ്റെ താഴെ രാക്ഷസിമാരുടെ നടുവിൽ അതീവ ദുഃഖിതയായിട്ടിരിക്കുന്ന ആ ദേവിയെ കണ്ട് ഭഗവാന്റെ വൃത്താന്തം ഉണർത്തിക്കുക. ദേവിയുടെ വൃത്താന്തം ഭഗവാനെയും കണ്ടു പറയുക. ഈ കാര്യമൊക്കെ ഹനുമാൻ സ്വാമിയോട് പറഞ്ഞ് ലങ്കാലക്ഷ്മി അവിടുന്ന് യാത്രയായി. ആ ഹനുമാൻ സ്വാമി കർമ്മകുശലനായിട്ടുള്ള രാമദൂതൻ അദ്ദേഹത്തെ സാഷ്ടാംഗം പ്രണമിച്ച് ഇന്നത്തെ അധ്യായം നമുക്ക് അവസാനിപ്പിക്കാം. രാവണനുമായി യുദ്ധത്തിന് തയ്യാറാകുന്ന ശ്രീരാമൻ രാമേശ്വരത്ത് നിന്ന് ലങ്കയിലേക്ക് കടക്കുന്നതിനായി സേതുബന്ധനം നടത്തുന്നു. സേതുബന്ധന കഥയാണ് ഇന്നത്തെ രാമകഥാമൃതം നമുക്കായി പറയുന്നത്. കേൾക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. രാമകഥാമൃതത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഈ രാമായണ മാസക്കാലത്തിൽ ഭഗവാന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് താല്പര്യപ്പെടുന്ന എത്ര പേർ നമുക്കിടയിലുണ്ട് എന്ന് ചിന്തിക്കാവുന്നതാണ്. രാമന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധർമ്മത്തിന് വേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, രാമനും ധർമ്മവും തമ്മിൽ ഭേദഭാവമില്ല, ധർമ്മത്തിൻ്റെ സ്വരൂപമാണ് രാമൻ. അപ്പം ധർമ്മത്തിന് വേണ്ടി പ്രയത്നിക്കുക, അതാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി പ്രയത്നിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കൊക്കെ തോന്നും, നമുക്കൊക്കെ എന്ത് കഴിവാണുള്ളത്, നമുക്കിങ്ങനൊരു ജന്മം കിട്ടി, അത് ഈ ആയുസ് എത്തണത് വരെ ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളതല്ലാതെ നമ്മളെ കൊണ്ടൊക്കെ എന്തെങ്കിലും സാധിക്കുമോ, നമ്മളുടെയൊക്കെ പരിശ്രമത്തിന് എന്തെങ്കിലും ഫലം ഉണ്ടാവുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ അതിൽ നിന്ന് മാറി നിൽക്കുകയും അവസാന ഘട്ടത്തിൽ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കഥ, അതൊരു നാടോടി കഥയായിട്ട് പോലും വലിയ തരത്തിൽ പ്രചാരമുള്ളൊരു കഥയാണ്. ആ കഥയാണ് ഇന്നേ ദിവസം ഈ രാമകഥാമൃതത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിയും ഒരു അണ്ണാറക്കണ്ണനും തമ്മിലുണ്ടായിട്ടുള്ള കഥ. സേതുബന്ധന സമയത്ത് നടന്ന ഈ ഒരു കഥ നമുക്കൊന്ന് അനുസ്മരിക്കാം. നമുക്കറിയാം, ഭഗവാൻ ഒരുപാട് ദിവസം കാത്തു നിന്നു. വരുണൻ തനിക്ക് പോവാനുള്ള വഴി ഉണ്ടാക്കി തരും എന്ന് കരുതിയിട്ട് ഭഗവാൻ വേണ്ട വ്രതങ്ങളൊക്കെ എടുത്തു എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ കുറേ ദിവസം കഴിഞ്ഞിട്ടും വരുണൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഒരു നടപടികളൊന്നും കാണുന്നില്ല. അത്യധികം ക്രോധാവേശത്തോടു കൂടി
ഇപ്പോൾ ഈ വരുണനെ ഞാൻ അങ്ങോട്ട് വറ്റിക്കും എന്നുള്ള ഭാവത്തിൽ ഭഗവാൻ ബ്രഹ്മാസ്ത്രത്തെ ആവേശിച്ചു എന്നാണ്. അത് കണ്ട സമയത്ത് വരുണന് ഭയമായി. അദ്ദേഹം വന്ന് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഭഗവാനെ, എനിക്ക് പോലും ഇതിനകത്ത് കുറേ ഈ ജലജീവികളൊക്കെ ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ വറ്റിക്കുക എന്ന് പറയുന്ന രീതി ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അദ്ദേഹത്തിന് എനിക്ക് വഴി പറഞ്ഞു തരണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ ഈ ഒരു സമുദ്രം വറ്റിച്ചുകൊണ്ടല്ലാതെ ഒരു പാലം എനിക്ക് കുറുകെ ഉണ്ടാക്കിയിട്ട് അങ്ങേക്ക് ലങ്കയിലേക്ക് പോവാലോ, അതിനു വേണ്ടി അങ്ങ് ശ്രമിച്ചോളൂ, അതിന് എൻ്റെ എല്ലാ തരത്തിലുള്ള പിന്തുണ ഉണ്ടാവും എന്നാണ് വരുണൻ ഭഗവാനോട് പറഞ്ഞത്. അപ്പോഴാണ് ഈ സേതുബന്ധനം എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രക്രിയ അവിടെ ആരംഭിക്കുന്നത്. വാനരന്മാരെല്ലാവരും ചേർന്ന് വലിയ വലിയ കല്ലുകളൊക്കെ കൊണ്ടുപോയി ഈ സമുദ്രത്തിലിട്ട് ഒരു പാലം, ഒരു ചിറ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുക. ചിറ എന്നുള്ള വാക്കാണ് കുറച്ചുകൂടെ അതിന് യോജിക്കുന്നത്. അങ്ങനെ ആ ചിറ കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് പല ആളുകളും പറയാറുണ്ടല്ലോ, ഈ കല്ലായതുകൊണ്ട് തന്നെ അത് സമുദ്രാന്തർഭാഗത്തേക്ക് താണുപോയി എന്നുമാണ് പറയുക. ആ സമയത്ത് ഹനുമാൻ സ്വാമി കാണിച്ച ഉപായമായിരുന്നു ഓരോ കല്ലിലും രാമ എന്നുള്ള നാമം എഴുതിക്കൊണ്ട് നിക്ഷേപിച്ച സമയത്ത് അത് കൃത്യമായി ഒരു ചിറയ്ക്ക് യോജിക്കുന്ന തരത്തിൽ ആ സമുദ്രത്തിന്റെ മുകൾ ഭാഗത്തായിട്ട് പൊങ്ങിക്കിടന്നു എന്നുമാണ് സങ്കല്പം. അങ്ങനെ എല്ലാ വാനരന്മാരും ഭഗവാൻ ചെയ്ത ആ ഒരു പ്രവർത്തനത്തെ അനുകരിച്ച് അവരുടെ കൈകളിലുള്ള വലിയ വലിയ കല്ലുകളിൽ രാമനാമം എഴുതി നിക്ഷേപിക്കുന്ന പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഭഗവാനും ലക്ഷ്മണനും ജാംബവാനും അവിടെ ദൂരെ നിന്നുകൊണ്ട് തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാനര സൈന്യം തനിക്ക് വേണ്ടി ആ ചിറ കെട്ടുന്നത് ഭഗവാൻ കൗതുകത്തോടുകൂടി നോക്കി നിൽക്കുമ്പോഴാണ് ഒരു പ്രത്യേക കാര്യം ഭഗവാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചത്. ഒരു ചെറിയ അണ്ണാറക്കണ്ണൻ അത് ഒരു പ്രവർത്തനം അവിടെ ചെയ്യുന്നത് ഭഗവാൻ ശ്രദ്ധിച്ചു എന്നാണ്. എന്താ അണ്ണാറക്കണ്ണൻ ചെയ്തിരുന്നത്? അണ്ണാറക്കണ്ണൻ അവിടെ ദൂരെ കൂട്ടിയിട്ടിട്ടുള്ള പൂഴിമണലിൽ കിടന്ന് ഉരുളുന്നതാണ് ആദ്യം കാണുന്നത്. അതിനുശേഷം ഈ പാലത്തിന് മുകളിലൂടെ അല്ലെങ്കിൽ ഈ ചിറയുടെ മുകളിലൂടെ കുറച്ച് ദൂരം സഞ്ചരിച്ച് തൻ്റെ ദേഹത്തുള്ള ആ പൂഴിമണ്ണ് മുഴുവൻ ആ അണ്ണാറക്കണ്ണൻ ആ സമുദ്രത്തിലേക്ക് കൊട്ടുന്നത് പോലെ പ്രവർത്തിക്കുന്നത് കണ്ടു. വീണ്ടും വരുന്നു, ആവശ്യത്തിന് പൂഴി സ്വീകരിക്കുന്നു, അവിടെ കൊണ്ടുപോയി കൊട്ടുന്നു. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു എന്നാണ്. ഭഗവാന് ആ ഒരു അണ്ണാറക്കണ്ണൻ്റെ പ്രവർത്തനം കണ്ടിട്ട് അത്രയധികം കാരുണ്യവും സന്തോഷം ഉണ്ടായിരുന്നതാണ്. കാരണം അതിന് സാധിക്കുന്നത് പോലെ അത് പണിയെടുക്കുന്നുണ്ട്. അതിന് ശേഷി അത്രയേ ഉള്ളൂ. അതിന് ഈ വാനരന്മാർ ചെയ്യുന്നത് പോലെ വലിയ വലിയ കല്ലെടുത്തിട്ട് കൊണ്ടുപോയി ഇടാനുള്ള ആരോഗ്യമൊന്നുമില്ല. അതിന് കൈ പോലും അങ്ങനെ വെക്കാവുന്ന ഒരു പരുവത്തിലല്ല അതിൻ്റെ ജീവിതക്രമവും. അപ്പം അതിനാകെ സാധിക്കുക എന്താ? എങ്ങനെയെങ്കിലും ശരീരത്തിൽ കുറച്ച് മണ്ണ് ശേഖരിച്ച് ആ മണ്ണ് കൊണ്ടുപോയി സമുദ്രത്തിൽ നിക്ഷേപിക്കുക. എത്ര മണ്ണാണ് ഒരു അണ്ണാറക്കണ്ണന് ഒരു സമുദ്രത്തിൽ നിക്ഷേപിക്കാൻ സാധിക്കുക? ആ അളവ് കൊണ്ടൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും അത് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ, ഒരു ഭഗവാനോടുള്ള മനോഭാവം ആ ജീവിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വാത്സല്യത്തോടു കൂടി ഭഗവാൻ ആ അണ്ണാറക്കണ്ണനെ കയ്യിലെടുത്ത് ഭഗവാന്റെ ആ തിരുക്കൈകൾ കൊണ്ട് അതിനെ തലോടി എന്നുമാണ് ആ കഥയിൽ പറയാറുള്ളത്. നമ്മൾ നാടോടി കഥയിൽ അതോടുകൂടി അണ്ണാറക്കണ്ണന് പുറകിൽ 3 വര വന്നു എന്നൊക്കെ പറയാറൊക്കെ ഉണ്ട്. എന്ത് തന്നെ ആയാലും ഈ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലിൻ്റെ ഒരു പ്രാമുഖ്യം ഉണ്ടല്ലോ. നമുക്ക് സാധിക്കുന്നത് പോലെ നമുക്കും ഭഗവത് കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കഴിവും ഇല്ലാത്തവരായിട്ട് ലോകത്ത് ആരും തന്നെ ഇല്ല. സാധിച്ചാൽ ഓരോരുത്തർക്കും അവർക്ക് സാധിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ സനാതനധർമ്മത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നടത്താൻ സാധിക്കും എന്നാണ് ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചോ സമാജം കേന്ദ്രീകരിച്ചോ രാമനാമത്തിൻ്റെ മഹിമ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഈ രാമായണ മാസക്കാലത്ത് അണ്ണാറക്കണ്ണന്മാരാകുന്ന നമുക്കും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതാണ് ഭഗവാനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുക എന്ന് മനസ്സിലാക്കുക. അതുതന്നെയാണ് ഒരു തരത്തിൽ നാരായണ സേവ. അതുകൊണ്ട് എങ്ങനെയാണോ ആ പാവം പ്രാണി നമുക്കൊരു മാതൃക കാണിച്ചു തന്നത്, അത് പിന്തുടർന്നുകൊണ്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ ഭഗവാന് വേണ്ടി, ഭഗവാന്റെ ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്കും നമുക്ക് ശേഷം വരും തലമുറയ്ക്കും സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കഥ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. മറ്റൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ക്ഷേത്രങ്ങളിലെ ചില ചടങ്ങുകൾ രഹസ്യമായി ചെയ്യുന്നവയാണ്. ദീപാരാധനയ്ക്ക് മുൻപുള്ള ക്രിയകൾ, നിവേദ്യം സമർപ്പിക്കൽ എന്നിവ ഇത്തരത്തിൽ പെടുന്നതാണ്. ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. നാഗേശ്വരനാഥ ക്ഷേത്രം.
ശൈവ വൈഷ്ണവ ശാക്തേയ സമ്പ്രദായങ്ങളിൽ പരസ്പരം മത്സരബുദ്ധിയോടെ നിലനിന്നിരുന്ന പഴയ കാലത്ത് അയോധ്യയും പരിസര പ്രദേശങ്ങളും വൈഷ്ണവ ചിന്താധാരയ്ക്ക് പ്രാമുഖ്യമുള്ള പ്രദേശമായിരുന്നു. എന്നാൽ വിഭിന്ന വിഭാഗങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിന്റെ ചില അടയാളങ്ങൾ ഇന്നും നമുക്ക് അവിടെ കണ്ടെത്താനാകും. അതിലൊന്നാണ് പൗരാണികവും പ്രൗഢവും പ്രസിദ്ധവുമായ നാഗേശ്വരനാഥ ക്ഷേത്രം. ഈ ക്ഷേത്ര നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് പുരാണ സംബന്ധമായ ഒരു ഐതിഹ്യമുണ്ട്. രാമൻ സരയൂ നദിയിൽ അവതാര പൂർത്തീകരണാർത്ഥം വിലയം പ്രാപിച്ച ശേഷം കോസല രാജ്യം ലവകുശന്മാർക്കായി തുല്യമായി വിഭജിക്കപ്പെട്ടു. ലവൻ ഉത്തര കോസലത്തിന്റെയും കുശൻ ദക്ഷിണ കോസലത്തിന്റെയും ഭരണാധിപന്മാരായി. ദക്ഷിണ കോസലത്തിന്റെ ഭാഗമായിരുന്നു അയോധ്യ. സരയൂ നദിയിൽ നീരാടുന്നതിനിടയിൽ ഒരു നാൾ കുശൻ കയ്യിൽ ധരിച്ചിരുന്ന വിജയശ്രീ എന്ന ആഭരണം നദിയിൽ വീണുപോയി. നാഗരാജാവായിരുന്ന ആ കുമുദന്റെ സഹോദരി കുമുദിതി എന്ന നാഗകന്യകയ്ക്കാണ് അത് കിട്ടിയത്. തന്റെ ആഭരണം അന്വേഷിച്ചു പോയ കുശനെ കണ്ട കുമുദിതിക്ക് കുശനോട് പ്രണയം തോന്നി. ഇതറിഞ്ഞ നാഗരാജാവ് തന്റെ സഹോദരിയെ കുശന് വിവാഹം ചെയ്തു കൊടുത്തു. കുമുദിതി ശിവഭക്തയായിരുന്നതിനാൽ കുശൻ അവൾക്ക് വേണ്ടി ഒരു ശിവക്ഷേത്രം നിർമ്മിച്ചു നൽകി. നാഗകന്യകയ്ക്ക് വേണ്ടി നിർമ്മിച്ചു നൽകിയ ക്ഷേത്രമായതിനാൽ അവിടുത്തെ പ്രതിഷ്ഠ നാഗേശ്വരനാഥനായി. അനേകം സംവത്സരങ്ങൾ കടന്നുപോയി. ത്രേതായുഗവും ദ്വാപരയുഗവും കഴിഞ്ഞു. പ്രകൃതി മുടിയഴിച്ചാടുകയും ശാന്തമായി ഉറങ്ങുകയും ചെയ്തു. യുഗാന്തര പ്രളയങ്ങളിൽ പല നിർമ്മിതികളും നശിച്ചുപോയി. എന്നാൽ പ്രകൃതിയുടെ കാവൽക്കാരായ നാഗങ്ങൾ സംരക്ഷിച്ച നാഗേശ്വരനാഥ ക്ഷേത്രം സകല മാറ്റങ്ങളെയും അതിജീവിച്ച് നിലകൊണ്ടു. ശ്രീകോവിലിനുള്ളിൽ കൃഷ്ണശിലയിൽ തീർത്ത ശിവലിംഗമാണ് പ്രതിഷ്ഠ. ഭക്തർക്ക് ഇവിടെ പ്രവേശിച്ച് നേരിട്ട് ജലാഭിഷേകം നടത്താൻ സാധിക്കും. രാമജന്മഭൂമിയിൽ നിന്ന് കേവലം 1.5 കിലോമീറ്റർ ദൂരത്തിലാണ് നാഗേശ്വരനാഥ ക്ഷേത്രം. രാമേശ്വരം ക്ഷേത്രം പോലെ ശൈവ വൈഷ്ണവ സമന്വയത്തിന്റെ പ്രതീകമായ ക്ഷേത്രങ്ങൾ ഭാരതത്തിൽ ധാരാളം കാണാമെങ്കിലും രാമജന്മഭൂമിയിൽ തന്നെ നിലകൊള്ളുന്ന ഈ ക്ഷേത്രം ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഇവിടുത്തെ ഏറ്റവും പ്രധാന ഉത്സവമാണ് മഹാശിവരാത്രി. ഈ ദിനത്തിൽ നടത്തുന്ന ശിവഭാരത് അഥവാ ശിവന്റെ വിവാഹ ഘോഷയാത്ര വളരെ പ്രശസ്തമാണ്. വൈഷ്ണവ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന അയോധ്യ നഗരിയിൽ ശൈവ തേജസിന്റെ സാന്നിധ്യം കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന അലൗകിക അനുഭൂതി ആസ്വദിക്കണമെങ്കിൽ ഇവിടെ എത്തിച്ചേരുക തന്നെ വേണം. രാമനാമം ജപിച്ചൊഴുകുന്ന സരയൂ നദിയിലെ ഓളങ്ങൾക്ക് കാതോർക്കൂ. ഒരു ഡമരു നിനാദം കേൾക്കുന്നില്ലേ? ഇതെവിടെ നിന്നാണ്? സരയുവിൻ്റെ ഹൃത്തിൽ നിന്നാണോ അതോ നമ്മുടെ ഹൃദയത്തിൽ നിന്നാണോ? ജീവിതത്തിലെ ഒരു നിമിഷവും വെറുതെ കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഏത് നിമിഷവും ഐശ്വര്യത്തിന് കടന്നുവരാൻ നാം ശുദ്ധരായി കാത്തിരിക്കുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഏവർക്കും നന്ദി.